ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. മുറ്റത്ത് പൂവറിക്കാൻ പോയപ്പോഴാണ് കേട്ടോ കണ്ടത് നമ്മൾ സപ്പോട്ട മരത്തിൽ പക്ഷിക്കൂട്. അതിൻ്റെ അകത്ത് ഇപ്പോൾ തന്നെ 3 കിളികളുണ്ട് കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാൻ പരമാവധി ശ്രമിച്ചു. ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല കേട്ടോ. നിങ്ങൾ കാണുന്നില്ലേ, ഈ കിളികളാണ് കേട്ടോ അത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീടിനുള്ളിൽ പൂജാമുറി എങ്ങനെ മനോഹരമായിട്ട് ഒരുക്കാം എന്നതാണ്. പൂജാമുറി വീട്ടിലെ ശാന്തിയും ആത്മീയതയും നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മളെ സെൻട്രാളിലാണ് ഈ പൂജാമുറി ഉള്ളത് കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ പൂജാമുറി ഒരുക്കിയത്. ഈ വീട്ടിൽ കയറി വരുമ്പോൾ പെട്ടെന്ന് തന്നെ കണ്ണിൽപ്പെടുന്ന സ്ഥലത്താണ് നമ്മളെ വിളക്ക് കത്തിക്കുന്ന ഈ സ്ഥലം. എന്തൊക്കെയാണ് ഞാൻ പൂജാമുറിയിൽ സെറ്റ് ചെയ്യാൻ എടുക്കുന്നതെന്ന് നമുക്ക് കാണാം. കൃഷ്ണന്റെ വലിയ വിഗ്രഹവും മുത്തപ്പന്റെ ചെറിയ വിഗ്രഹവുമാണ് ഇവിടെ ഉള്ളത്. ഫോട്ടോസ് ആണെങ്കിൽ ശിവന്റെയും പാർവതിയുടെയും അയ്യപ്പന്റെയും ഒക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ കഴിഞ്ഞ വർഷം വിഷുവിന് വാങ്ങിയ കൊന്നപ്പൂക്കളും ഉണ്ട് കേട്ടോ. ആ സമയം തന്നെയാണ് കേട്ടോ നമ്മൾ കൃഷ്ണന്റെ വിഗ്രഹവും വാങ്ങിച്ചത്. നല്ല ഗോൾഡൻ കളറിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കരിങ്കലിൻ്റെ ഒരു മോഡൽ കളറും ആക്കിയിട്ടുണ്ട്. 6 ചിരാതും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ശില്പി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതിൽ എണ്ണയോ മറ്റൊന്നും ആകാൻ പാടില്ലെന്ന്. കാരണം അതിൻ്റെ കളർ മങ്ങിപ്പോകുമെന്ന്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേട്ടനാണ് കേട്ടോ ഈ വർക്ക് നമുക്ക് ചെയ്തു തന്നത്. ആദ്യം തന്നെ അതിലേക്ക് വയ്ക്കുന്നത് തളികയാണ് കേട്ടോ. പിന്നെ വിളക്കെടുത്ത് വെച്ചു, കൃഷ്ണന്റെ വിഗ്രഹം വെച്ചു, മുത്തപ്പന്റെ വിഗ്രഹം വെച്ചു. ബാക്കി എന്തൊക്കെയാണ് വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പൂജാമുറിയുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടമായോ എല്ലാവർക്കും? ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.